സേഫിനീസ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സേഫ് ഇപ്പൊ പ്രതികളുമായി ഈ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലേ? പോയോ? വാഹനം അവിടെ നിന്ന് പോയോ? സേതുലക്ഷ്മി, പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്നതേ ഉള്ളൂ. കോടതി മുറിയിൽ നിന്ന് പ്രതികൾ അല്പസമയത്തിനകം താഴേക്ക് ഇറങ്ങി വരും. താഴെ ഇവരെ കൊണ്ടുപോകാനുള്ള ബസ് റെഡിയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുക. 6 പ്രതികളെയും വിയ്യൂരിലേക്ക് മാറ്റുകയാണ് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വിജീഷ് രാവിലെയും പിന്നെ കോടതി വിധി പറഞ്ഞ ശേഷവും തൻ്റെ വീട് കണ്ണൂരാണ്, അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം, തലശ്ശേരിയിലാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്ന ആവശ്യം വിജീഷ് ഉന്നയിച്ചിരുന്നു. അത് കോടതിയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് അത് പ്രത്യേകം ഒരു അപേക്ഷ നൽകിയാൽ അക്കാര്യം പരിഗണിക്കാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രദീപിനും വിയ്യൂർ സെൻട്രൽ ജയിലിൽ ചില മോശം അനുഭവം ഉണ്ടായി എന്നും പ്രദീപ് പിന്നീട് ഈ ജഡ്ജിനടുത്തേക്ക് വന്നതെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴും ജഡ്ജ് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാൽ എന്നോട് അറിയിക്കുക, അതിന് മറ്റ് പരിഹാരം കാണാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും 6 പ്രതികൾക്കും 20 വർഷം തടവ് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. 1-ാം പ്രതിയായ പൾസസുനി മുതൽ 6-ാം പ്രതിയായ പ്രദീപ് വരെ എല്ലാവർക്കും ഒരേ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ പലവിധ ശിക്ഷകൾ, ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവടക്കമുള്ള ശിക്ഷകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ശിക്ഷകളും ഒരേ കാലത്ത് തന്നെ അനുഭവിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിചാരണ കാലയളവിൽ അനുഭവിച്ച ആ തടവും ഇപ്പോൾ ഈ ശിക്ഷാ കാലയളവായിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ 7 വർഷവും 8 മാസവും 10 മാസവും പൾസസുനി ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന് പറയുമ്പോഴും ഈ 7 വർഷവും 10 മാസവും കുറച്ചുള്ള ശിക്ഷ പൾസസുനി അനുഭവിച്ചാൽ മതിയാകും. ഏകദേശം 12 വർഷത്തെ ശിക്ഷ മാത്രമാകും അനുഭവിക്കേണ്ടി വരിക. മറ്റു പ്രതികൾക്കും ഈ അവർ വിചാരണ കാലയളവിൽ അനുഭവിച്ച ശിക്ഷ കുറച്ചുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. തീർച്ചയായും പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് സാധ്യത. അപ്പോൾ ഈ വിധിയിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും നിലവിൽ ഇന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതനുസരിച്ചുള്ള വിധിയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. കാരണം പ്രോസിക്യൂഷൻ രാവിലെ പറഞ്ഞത് 1 മുതൽ 6 വരെയുള്ള പ്രതികളെല്ലാം ചെയ്തത് ഒരേ കുറ്റകൃത്യമാണ്, കൂട്ടബലാത്സംഗമാണ്, കൂട്ടബലാത്സംഗമായിട്ട് തന്നെ പരിഗണിച്ച് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് വാദിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ പൾസസുനിക്കും ഒപ്പം തന്നെ 6-ാം പ്രതിയായ പ്രദീപിനും ഒരേ ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. ഒരു ജീവപര്യന്തത്തിൽ ഊന്നിയുള്ള വാദം ഇന്ന് കൃത്യമായി നടന്നില്ല എന്നുള്ളത് തന്നെയാണ് കോടതി നടപടികൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പ്രതികളുടെ ഒരു ശരീരഭാഷ എങ്ങനെയായിരുന്നു? ഇപ്പം കോടതി മുറിയിൽ ഈ 6-ാം പ്രതിയായ പ്രദീപ് പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ 2-ാം പ്രതി മാർട്ടിൻ, അയാൾ ഈ വിധി പ്രസ്താവം കേട്ടതോടെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്നു. അതിനൊപ്പം പൾസർ സുനി, ഇയാൾക്ക് തുടക്കം മുതൽ ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ പ്രതികളുടെ ഒരു ശരീരഭാഷ എങ്ങനെയായിരുന്നു? സേതുലക്ഷ്മി, രാവിലെ ഈ പ്രതികളെ ഓരോരുത്തരെയും ഈ ജഡ്ജിനെ അടുത്തേക്ക് വിളിച്ച് എന്തെങ്കിലും ശിക്ഷയിൽ ഇളവ് ആവശ്യം ഉണ്ടോ, എന്താണ് കാരണം എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ മറുപടിയാണ് പറഞ്ഞത്. പൾസസുനി ഒരു കാര്യമാണ് പറഞ്ഞത്, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളതായിരുന്നു. 2-ാം പ്രതിയായ മാർട്ടിൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. 3-ാം പ്രതി മണികണ്ഠൻ വീട്ടിൽ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചുപോയി. 4-ാം പ്രതിയായ വിജീഷ് പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞില്ല, ശിക്ഷയിൽ ഇളവ് വേണമെന്നോ മറ്റൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല, ശിക്ഷയിൽ ഇളവ് വേണം, തൻ്റെ വീട് തലശ്ശേരിയിലാണ്, അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ 5-ാം പ്രതി എച്ച് സലീമാണെങ്കിലും 6-ാം പ്രദീപാണെങ്കിലും ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ മാർട്ടിനും ഒപ്പം തന്നെ പ്രദീപുമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജഡ്ജിനോട് സംസാരിച്ചത്. പിന്നീട് പക്ഷേ ശിക്ഷാവിധി കേട്ട് കഴിഞ്ഞപ്പോൾ മാർട്ടിനൊന്നും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നില്ല. ഈ 6-ാം പ്രതിയായ പ്രദീപ് മാത്രമാണ് വിതുമ്പി കരയുന്നുണ്ടായിരുന്നത്, മറ്റാരും കരയുന്നുണ്ടായിരുന്നില്ല. ഇവർക്കെല്ലാം തന്നെ കുഞ്ഞു കുട്ടികളാണുള്ളത്. ഈ കൊച്ചുകുട്ടികളെ ഈ എച്ച് സലീമാണെങ്കിലും ഒപ്പം തന്നെ ഈ പ്രദീപാണെങ്കിലും ഈ 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളെ തോളിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ പൾസസുനിയുടെ സുഹൃത്തിനോടും ഒരു പെൺസുഹൃത്തിനോടും ഒക്കെ തന്നെ വലിയ രീതിയിൽ സന്തോഷത്തോടെ പെരുമാറുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെയാണ് കോടതി മുറിക്കുള്ളിൽ കണ്ടത് വിധി കേട്ട ശേഷവും. അതുകൊണ്ട് അത് തന്നെ ഈ പൾസസുനിക്ക് വിധി കേട്ട ശേഷവും യാതൊരു വിധത്തിലുള്ള കൂസലും ഇല്ലാതെയായിരുന്നു പൾസസുനി കോടതിയിൽ നിന്നിരുന്നത്. ഒരു രീതിയിലും ശിക്ഷ ഇളവ് വേണമെന്ന് ഒന്നും തന്നെ പൾസസുനി അങ്ങനെ കാര്യമായി കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തില്ല. ഈ കേസ് തുടക്ക സമയം മുതൽ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള ലാഘവത്തോടു കൂടി തന്നെയാണ് പൾസസുനി ഇന്നിപ്പോൾ ശിക്ഷാവിധി കേട്ട ശേഷവും കോടതിയിൽ നിന്നത് എന്ന് വേണം എടുത്തു പറയുവാനായി. എന്തായാലും ഈ 6 പ്രതികൾക്കും 20 വർഷം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴത്തുക നൽകുകയും വേണം. പിഴത്തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട